ഇതിൽ ഹായ് എവരിവൺ. ഇപ്പോൾ നമ്മുടെ സെഷന് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രീഫീൽഡ് ടോക്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ നസീമ മാം ആണ്. നസീമ മാമിനെ നമ്മുടെ വിഷയത്തിൽ ലവ് ലാംഗ്വേജ് എന്ന വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറിലേക്ക് ക്ഷണിക്കുകയാണ്. നസീമ മാം, വെൽക്കം ടു ദ ഫ്ലോർ. ഓവർ ടു യു Thank മാം. you. Thank you, Shuvana ma'am. Assalamu alaikum rahmatullah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Salatu wassalamu alayka ya Rasulullah. Inna fatahna laka fathan mubina. Once more, good evening all. എന്റെ പേര് ഇപ്പോൾ ഓൾറെഡി ഷബാന മാം പറഞ്ഞു. നസീമ മൈൻ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ മർക്കസിന്റെ കീഴിലുള്ള സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ? എല്ലാവർക്കും റാഹത്തല്ലേ? മാക്സിമം ക്യാമറ ഓൺ ആക്കിയായിരുന്നെങ്കിൽ ഉപകാരം. നമുക്ക് കണ്ടുകൊണ്ട് പറയാലോ. ചാറ്റ് ബോക്സും ക്യാമറയും ഒരു ചർച്ചയിലൂടെ നമുക്ക് അങ്ങനെ പോവാലോ. അപ്പൊ ഓൾറെഡി നിങ്ങൾ ടോപ്പിക് കണ്ടതായിരിക്കും, ലവ് ലാംഗ്വേജ്. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രോ ഇല്ലാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കാരണം സമയം വിലപ്പെട്ടതാണല്ലോ. അൽഹംദുലില്ലാ. ലവ് ലാംഗ്വേജിൽ 5 ലവ് ലാംഗ്വേജുകളാണ് ഉള്ളത്. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. വീണ്ടും ഇതില് 5 ലവ് ലാംഗ്വേജിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ക്വാളിറ്റി ടൈം. കേൾക്കുന്നുണ്ടല്ലേ ഷബാന മാം? സൗണ്ട് ക്ലിയർ അല്ലേ? നമ്മുടെ കേൾക്കാട്ടോ. നമ്മുടെ ക്വാളിറ്റി ടൈം എന്ന്, അതായത് നമ്മോട് തന്നെയും നമ്മുടെ ഫാമിലിയോടാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മുടെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന സമയവും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന സമയവും. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്നത്, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എത്രമാത്രം നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നത് നമ്മൾ ഒന്ന് നോക്കണം. നമ്മൾ എത്രമാത്രം നമ്മുടെ ടൈം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ മക്കൾ, നമ്മളെല്ലാവരും ഉമ്മമാരാണല്ലോ. ഉമ്മമാരായിട്ടുള്ളവര് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈം, നമ്മൾ ആ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട്, അവർ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത്, അവർ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അവരെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ടൈം നൽകുന്നതിന്റെ കാരണമാണ്. നമ്മൾ അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നമ്മുടെ ക്വാളിറ്റി ടൈം നൽകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടൂൾസ് ആണ് അവരുടെ കണ്ണുകളിൽ ഐ കോണ്ടാക്ട് വെച്ചിട്ട് നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഐ കോണ്ടാക്ട് വെച്ചിട്ട് നമ്മുടെ സമയം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കത് കൂടുതൽ പ്രൊഡക്റ്റീവ്. അതേപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക? നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നമ്മളുടെ സെൽഫ് ലവിന് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം, നമുക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കഥകൾ വായിക്കുക, നമ്മൾ ഇഷ്ടപ്പെട്ട ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണോ മെനുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലേ പറയുന്നത്? നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ടൈമിൽ വരുന്ന ഒന്നാണ്. അതിനു വേണ്ടി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ മാക്സിമം നമ്മൾ
സമയങ്ങൾ യൂട്യൂബിലൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇൻസ്റ്റ, ഫേസ്ബുക്ക് അങ്ങനത്തെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ക്വാളിറ്റി ടൈം ലെസ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അത് നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ടൈം നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് വരുന്നുണ്ട് അതില് ഗിവിങ് ഗിഫ്റ്റ്സ്. അതായത് നമ്മള് സ്നേഹിക്കുന്നവർ കാണുന്നില്ലേ, ഗിവിങ് ഗിഫ്റ്റ്. ഗിവിങ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഗിവിങ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് നൽകുകയാണെങ്കിൽ എത്രമാത്രം സന്തോഷകരമായിരിക്കും അവരിൽ നിന്നത്. അത് ഒരു ലവ് ലാംഗ്വേജിന്റെ പാർട്ടാണ്. നമ്മൾ അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അതായത് തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് നൽകുക. നമ്മൾ മക്കളാണെങ്കിലും മക്കളോട് ഒരു അൺകണ്ടീഷണൽ ലവ് വെച്ചുകൊണ്ട് ഇന്നത് ചെയ്താൽ ഇന്നത് തരാം, മാർക്ക് വാങ്ങിയാൽ ഇന്നത് വാങ്ങിത്തരാം എന്നതിലുപരിയായിട്ട് നമ്മൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്ക് ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് കൂടുതൽ ഒരു എഫക്റ്റീവ് ആയിട്ട് ലവ് ലാംഗ്വേജിന് കൂട്ടാൻ പറ്റുന്ന ഒന്നാണ് ഗിവിങ് ഗിഫ്റ്റ്. അവർക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഗിഫ്റ്റുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളെ മക്കളായാലും നമ്മളെ ഹസ്ബൻഡ് ആയാലും നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അവരിലൂടെ ആ ഒരു ഗിവിങ് ഗിഫ്റ്റിലൂടെ നമ്മുടെ ആ ഒരു ലവ് ലാംഗ്വേജിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയും. നമ്മൾ എത്രമാത്രം നമ്മളെ മനസ്സിൽ അവരോടുള്ള സ്നേഹം ഉണ്ടാവും, പക്ഷെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേ ആണ് ഈ ഒരു ഗിവിങ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഗിവിങ് ഗിഫ്റ്റിലൂടെ, അതായത് സ്നേഹോപകാരം ചെയ്യുക, കൊടുക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയി നമുക്ക് തന്നെ നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സമ്മാനം കിട്ടുകയാണെങ്കിൽ എത്രമാത്രം അതിലൊരു സന്തോഷം ലഭിക്കും, ഇല്ലേ? അതേപോലെ നമ്മുടെ മക്കളുടെ, നമ്മുടെ പേരൻസിനൊക്കെ അങ്ങനെ ഒരു ചെറിയ, അതിന് എത്രമാത്രം ഫൈനാൻഷ്യലി നമ്മൾ ഒരുപാട് വില കൂടിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു റോസാപ്പൂ നമ്മുടെ കൊച്ചുമകൾ നമുക്ക് സമ്മാനിക്കുകയാണെങ്കിൽ അതിൽ നമ്മളൊരു എത്ര മനസ്സ് ക്ലിയർ ആവുന്ന, ഒരു മനസ്സിലേക്കുള്ള സന്തോഷം പ്രൊഡക്റ്റീവ് ആകുന്ന ഒന്നാവുമല്ലോ. അപ്പൊ ഈ ഗിവിങ് ഗിഫ്റ്റ് എന്നുള്ളതും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ലവ് ലാംഗ്വേജിനെ കൂട്ടാനുള്ള ഒരു മെത്തേഡാണ്. ലവ് ലാംഗ്വേജിന്റെ ഇപ്പൊ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന് നമ്മുടെ ക്വാളിറ്റി ടൈം, നമ്മുടെ സമയം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മുടെ മക്കൾക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് വിത്തൗട്ട് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി എഫക്റ്റീവ് ആകും. അതായത് ഇന്ന് കൂടുതൽ ഫാമിലിയിലും കാണുന്ന ഒന്നാണ്, നമ്മുടെ സമയം നമ്മൾ അവിടെ അടുത്തിരിക്കും, പക്ഷെങ്കിലും ഹസ്ബൻഡിന്റെ ഫോണിലായിരിക്കും, ഭാര്യയുടെ ഫോണിലായിരിക്കും, കൊച്ചുമക്കളാണെങ്കിൽ അവരുടെ ടാബിലോ ലാപ്പിലോ ആയിരിക്കും. അതല്ലാതെ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക ഒന്ന്. രണ്ടാമതായിട്ട് പറഞ്ഞത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുക എന്നത്. ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലവിലെ സ്നേഹത്തെ നമുക്ക് കൂടുതലാക്കാൻ കഴിയും. നമ്മൾ ഈ ലവ് ലാംഗ്വേജ് പഠിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹബന്ധം കൂട്ടുക എന്നൊരു ലക്ഷ്യമായിരിക്കല്ലോ ഇതിൽ വരുന്നത്. അപ്പൊ ഇത് രണ്ടും ചെയ്യാം. മൂന്നാമതായിട്ട് നമ്മൾ അഫർമേഷൻ എന്ന് പറയുന്നത് എന്താന്ന് അറിയാമോ? ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, എന്താണ് അഫർമേഷൻ എന്നുള്ളത്. വേർഡ്സ് ഓഫ് അഫർമേഷൻ വേർഡ്സുകൾ എന്താണെന്നുള്ളത് പറയാമോ? ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കുറച്ച് പേരല്ലേ ഉള്ളൂ. മൈക്ക് അൺമ്യൂട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. എനിക്ക് ഒരു വൺ വേ ക്ലാസ് എടുക്കുന്നതിലും താല്പര്യം നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് പറയുന്നതാണ്, അല്ലേ ഷബാന മാം? മൈക്ക് അൺമ്യൂട്ട് അതെ, ആക്കാൻ. അവരറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ,
വേർഡ്സ് ഓഫ് അഫർമേഷൻ, അതായത് നമുക്ക് വേർഡ്സ് ഓഫ് അഫർമേഷൻ, നന്ദിയുടെ വാക്കുകൾ. അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും, നന്ദി പറയും, അതേപോലെ തന്നെ അഫർമേഷൻ. നമ്മൾ ഒരു ഒരാൾ നമുക്ക് ഐ ലവ് യു എന്ന് പറയുന്നതും ഒരു അഫർമേഷൻ വേർഡാണ്. നമ്മൾ നമ്മളെ ഹസ്ബൻഡിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും നമുക്ക് സ്നേഹമുണ്ട്, ആ അഫർമേഷൻ വേർഡ്സിലൂടെ നമ്മൾ പറയുകയാണെങ്കിൽ അത് കൂടുതൽ നമ്മുടെ ആ ലവ് ലാംഗ്വേജിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ആക്കി മാറ്റാൻ കഴിയും. നമ്മൾ നമ്മോട് തന്നെ സ്വയം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കണം അഫർമേഷൻ വേർഡ്സ് ആയിട്ട്. നീ നല്ലവളാണ്, നീ നല്ല കുട്ടിയാണ്, നല്ല സൗന്ദര്യമുള്ളവളാണ്. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ ചിലപ്പം മുഖത്ത് പൊള്ളിക്കുത്തുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മോട് പറയേണ്ട ആ ഒരു ഇതുണ്ട്, നമ്മൾ സ്വയം നന്ന് സൗന്ദര്യമുള്ളവളാണ്, സ്നേഹമുള്ളവളാണ്, സ്നേഹിക്കുന്നു എന്നൊക്കെ. ഈ വേർഡ്സുകളാണ് അഫർമേഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. അഫർമേഷൻ വേർഡ്സ് പറയുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ലവിലേക്കുള്ള ഒരു കണക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അഫർമേഷൻ വേർഡ്സ് നിങ്ങൾ എനിക്ക് ഇന്ന് കൊണ്ട തന്നല്ലോ, അത് നമ്മൾ ഗിഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് കൊണ്ട തന്നില്ലേ, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. അല്ല, കൊച്ചു മകളാണെങ്കിൽ നീ ഇത്രയും നല്ല രീതിയിൽ നല്ല കുട്ടിയായി വളരുന്നല്ലോ, അപ്പൊ നിന്നോടുള്ള സ്നേഹം എനിക്ക് കൂടി വരുന്നു. ഇങ്ങനത്തെ അഫർമേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലവ് ലാംഗ്വേജിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. കൂടുതൽ നമ്മൾ ഇങ്ങനെ അഫർമേഷൻ വേർഡ്സ് ആയിട്ട് ഞാൻ വൈഡായിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ സമയങ്ങളും കുറവാണ്. വൈഡായിട്ട് അതിലേക്ക് ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഇതിന് നമ്മളെ ഷബ്ന മാമും ജാസ്മിൻ മാമൊക്കെ ഇതിന്റെ കൂടുതൽ കണക്ഷനിലേക്ക് നിങ്ങൾക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകും. ഇപ്പൊ ഞാനൊരു ജസ്റ്റ് ഇൻട്രോ മാത്രമാണ് പറയുന്നത്. ഇങ്ങനെ ലവ് ലാംഗ്വേജിലേക്ക് വരുന്ന ഒന്നാണ് അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായല്ലോ അഫർമേഷൻ എന്താണെന്ന്. നമ്മൾ നമ്മെ ഐ ലവ് യു എന്ന് പറഞ്ഞ വേർഡ്, ഐ ആം പ്രൗഡ് ഓഫ് യു, യു ആർ ഗ്രേറ്റ്, നീ വളരെ മഹത്വമുള്ളവളാണ്, എനിക്ക് നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രൗഡ് തോന്നുന്നു. നമ്മൾ എന്തെങ്കിലും നമ്മോട് തന്നെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് പ്രൗഡ് തോന്നുന്ന നിമിഷങ്ങൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നമ്മോട് തന്നെയും നമ്മുടെ മക്കളോടായാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടായാലും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുള്ള ചാൻസുകൾ നമ്മളിലേക്ക് അടുത്ത് വരും എന്നാണ്. ഇങ്ങനെ അഫർമേഷൻ വേർഡ്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പറ്റി ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രൗഡ് തോന്നുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഒരു ഗ്രേറ്റ് ആയ ആളാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടും എന്നാണ്. അപ്പം മൂന്നാമതായിട്ട് ആക്ട് ഓഫ് സർവീസ്. ആക്ട് ഓഫ് സർവീസ് ഈ അഫർമേഷൻസ് വേർഡ്സുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആക്ട് ഓഫ് സർവീസ്. അതായത് നമ്മള് ഇപ്പൊ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുക, ഗിഫ്റ്റ് വാങ്ങുക എന്നൊക്കെ, പിന്നെ അതിന്റെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ അഫർമേഷൻ പറഞ്ഞത്. പിന്നെ ആക്ട് ഓഫ് സർവീസ്, അതിന് ഉതകുന്നതായ പ്രവർത്തികൾ, അത് ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നമ്മൾ അതിലേക്ക് വരുന്ന സമയത്ത് അത് കൂടുതൽ ഒന്നുകൂടി കണക്റ്റീവ് ആകാൻ കഴിയും. അതായത് നമ്മൾ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അത് നമ്മൾ സ്ത്രീകളായതുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ആ ഒരു സ്നേഹത്തിന്റെ ലാംഗ്വേജ്, സ്നേഹത്തിലൂടെ ടച്ചിലൂടെ വന്നിട്ട് നമ്മൾ കഴിയുന്ന സമയത്ത് അത് കൂടുതൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ ഒരു സ്നേഹബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആ ഒരു സ്നേഹത്തിലേക്ക് വരുന്ന ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അതിലേക്ക് വേണ്ടി ആക്ട് ചെയ്യുക, നമ്മൾ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. ആക്ട് ഓഫ് സർവീസ്, സർവീസ് ആയിട്ട് രീതിയിൽ തന്നെ നമ്മൾ ആക്ട് ചെയ്തിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു അത് നമുക്ക് അഫർമേഷൻ, നമ്മൾ നല്ലത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളിലേക്കുള്ള അഫർമേഷൻ നമ്മളിലേക്ക് വരാനും നമുക്ക് അങ്ങോട്ട് തിരിച്ച് അഫർമേഷൻ കൊടുക്കാനും ഒരു റീസൺ ആയിട്ട് മാറുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിന്നെ അഞ്ചാമതായിട്ട് വരുന്നതാണ്
ഫിസിക്കൽ ടച്ച്. അഞ്ചാമതായിട്ട് വരുന്നതാണ് ഫിസിക്കൽ ടച്ച്. ഇത് നമ്മുടെ ലവ് ലാംഗ്വേജിന് കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ അവരെ വാരിപ്പുണരും, ഹഗ് ചെയ്യും, അവർക്ക് കിസ് ചെയ്യും, അവരെ കെട്ടിപ്പിടിച്ച് നിർത്തും, കൂടെ ഇരുത്തും. ഇതൊക്കെ നമ്മൾ ചെയ്യും. ഒരു 5-6 വയസ്സൊക്കെ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പിന്നെ പതിയെ പതിയെ അത് നമ്മളിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒന്നായിട്ട് മാറും. അത് നമ്മളെ മക്കളെ നമ്മളിൽ നിന്നും അകത്ത് പോകാനുള്ള ഒരു കാരണമാകും. അത് നമ്മളെ മക്കളെ നമ്മളിലേക്ക് കൂട്ടിപ്പിടിക്കാനും നമ്മളിലേക്ക് എപ്പോഴും കണക്ഷൻ ആയിട്ട് അവരുടെ മൈൻഡും നമ്മുടെ മൈൻഡും ഒന്ന് കണക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടൂളാണ് ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത്. നമ്മളെ കൊച്ചുകുട്ടി നമ്മളിലേക്ക് ഓടി വരും. എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഓടി വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കുട്ടിയൊക്കെ നമ്മളേക്ക് ഓടി വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും, നമ്മൾ വീണാൽ നമ്മൾ എന്താ പെട്ടെന്ന് പറയുന്നത്, നീ ഓടി വന്നിട്ടല്ലേ വീണെന്നുള്ളത്. ശരി, അവിടെ നമ്മൾ അതിന് പകരമായിട്ട് മോൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചാൽ അവിടെ ആ സ്ഥലത്തൊന്നും ഇങ്ങനെ ചെറിയൊരു രീതിയിൽ ഒരു പാറ്റിങ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുമായിട്ടുള്ള ആ കണക്ഷൻ കൂട്ടാനും മൈൻഡിലുള്ള ആ കണക്ഷൻ നമ്മളിലേക്ക് എത്താനും സഹായിക്കുന്ന ഒന്നായി മാറും. അപ്പം ഫിസിക്കൽ ടച്ചിലൂടെ നമുക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മളിലേക്ക് കൂട്ടി വരാൻ സഹായിക്കുന്ന ഒന്നായി മാറുന്നതാണ് ഫിസിക്കൽ ടച്ച്. ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, പിന്നെ അവരെ അടുത്തിരിക്കുക, അവരോട് അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക, അവരെ കൂട്ടി നിർത്തുക, ഒരുമിച്ചുള്ള യാത്രകള്, ഇതൊക്കെ ആ ഒരു ഫിസിക്കലായിട്ട് നമ്മൾ അവരുമായിട്ട് കൂടുതലൊന്ന് കണക്ഷൻ ആവുന്ന രീതിയിലുള്ള ആവുന്നതാണ്. ഇപ്പൊ ഞാൻ 5 എണ്ണം പറഞ്ഞു ഇതില്ലേ, ഏതൊക്കെയാണെന്ന് പറയാൻ കഴിയോ? 5 ലവ് ലാംഗ്വേജിനെ ഞാനിപ്പോ പറഞ്ഞു. മൈക്ക് അൺമ്യൂട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആർക്കെങ്കിലും പറയാൻ കഴിയോ? മാം പറയുമ്പോ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും പറയാൻ പറ്റും. ലാസ്റ്റത്തെ 2 എണ്ണാണ് കേട്ടത്. ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. ലാസ്റ്റത്തെ 2 എണ്ണം ഓർമ്മ ഉണ്ട്. റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മള് ഇതിൽ കൂടുതൽ പഠനവും വൈഡായിട്ടുള്ള പഠനമൊക്കെ നമ്മളെ ഷബാന മാം തരും കേട്ടോ നിങ്ങൾക്ക്. ഷബാന മാമും ഷബ്ന മാമും അവര് കൂടുതൽ തരും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഇതിൽ പറയുന്നു. കാരണം ഇതൊരു വൈഡായിട്ടുള്ള മേഖലയാണ്. നമ്മളെ ഫാമിലിയിൽ നമുക്ക് വേണ്ട ഒരു കാര്യവുമാണ്. നമ്മളിപ്പോ എന്തിനായാലും നമ്മൾ ഓരോരോ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള, ഏതൊരാളും കയറുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം നമ്മുടെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം അതല്ല ലക്ഷ്യമാക്കുന്നത്. ആ നമ്മുടെ സന്തോഷമായിട്ടുള്ള ജീവിതത്തിന് കൂടുതൽ വൈഡായിട്ട് മാം നിങ്ങൾക്ക്, ഷബാന മാം നിങ്ങൾക്ക് തരും. ഞാനൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രോയിലൂടെ ഒന്നുകൂടി കാണിച്ചു തരാം. ഒന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്വാളിറ്റി ടൈം, അതായത് നമ്മുടെ സമയം നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം, അതിനുവേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന ഒരു സമയം. നമ്മൾ തന്നെ കുറച്ച് സമയം നമ്മുടെ കണ്ണാടിന്റെ മുമ്പിലൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് വെറും അടുക്കള വരണം എന്നുള്ളതിൽ ഉപരിയായിട്ട് മുറ്റടിച്ച് വരിക, തേച്ച് പോറുക, ഈ പാത്രം വൃത്തിയാക്കുക, അടിക്കുക, തുടയ്ക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് നമ്മുടെ സമയം, കുറച്ചൊക്കെ സമയം കണ്ണാടിന്റെ മുമ്പിൽ ഇരിക്കുക, കുറച്ച് ഓയിൽ മസാജ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയത്തിനെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത് ഗിവിങ് ഗിഫ്റ്റ്, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അവരിൽ നിന്നും ഗിഫ്റ്റ് സ്വീകരിക്കുക, ഇതൊക്കെ ഒരു ലവ് ലാംഗ്വേജിന്റെ ഭാഗമാണ്. പിന്നെ മൂന്നാമതായി ഞാൻ പറഞ്ഞത് വേർഡ്സ് ഓഫ് അഫർമേഷൻ. ഈ ഗിഫ്റ്റ് ഒക്കെ തന്നതിന് സമയത്തും അല്ലാതെയായിട്ട് നമ്മൾ നമ്മോട് തന്നെയും നമ്മളെ വീട്ടിലുള്ളവരോടും ഒരു ഐ ലവ് യു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുക.
എനിക്ക് നിങ്ങൾ അത്ര ഇഷ്ടമാണ്, നിങ്ങൾ നല്ല വ്യക്തിയാണ്, നല്ല ആളാണ്, നല്ല മകനാണ്, നല്ല മകളാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അതുപോലെ തന്നെ നമ്മോട് തന്നെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ഒരു ഗ്രേറ്റ് ആണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ, നീ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മോട് തന്നെ പറയുന്ന ഒന്ന്. പിന്നെ ആക്ട് ഓഫ് സർവീസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ എന്തൊക്കെയാണോ നമുക്ക് അതിന് വേണ്ടിയിട്ട്, പലർക്കും പല രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. നമുക്ക് എന്തൊക്കെ വേണോ നമ്മൾ ഈ ക്വാളിറ്റി ടൈമും അഫർമേഷൻ പറയാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാം. പിന്നെ അഞ്ചാമതായിട്ട് ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ടച്ച്. നമ്മളെ കുട്ടികളെ ഹഗ് ചെയ്യുക, അവരെ കെട്ടിപ്പിടിക്കുക, അവരോട് കൂടെ ഇരുന്ന് കണ്ണിൽ കണ്ട് നോക്കിയിട്ട് സംസാരിക്കുക, കൂടെ യാത്രക്കൊരുങ്ങുക, ഇതൊക്കെ നമ്മളെ ഒരു ഫിസിക്കൽ ടച്ചിന്റെ ഭാഗമായിട്ട് ലവ് ലാംഗ്വേജിൽ വരുന്നതാണ്. 5 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്: ക്വാളിറ്റി ടൈം, നമ്മുടെ ടൈം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മളെ സ്നേഹത്തിന് വേണ്ടിയിട്ടൊരു സമയം, മറ്റു പലതിനും നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റിവെക്കുക. അപ്പൊ എന്തൊക്കെയാണോ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടാൻ വേണ്ടിയിട്ട്, ചിലർക്ക് നല്ല ബുക്ക് വായിക്കുന്ന ശീലങ്ങളുള്ളവരായിരിക്കും. അവർക്ക് നല്ല കഥാബുക്കുകളൊക്കെ കിട്ടിയാല് വായിക്കാന്, ചരിത്ര ബുക്കുകള് ഒക്കെ വായിക്കുക, അങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടാവുന്നവർ. ചിലർക്ക് എന്തായിരിക്കും, ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്കായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ചിത്രം വരയ്ക്കുക, ബോട്ടിൽ ആർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഡിസൈനിങ് വർക്ക്, ഇങ്ങനത്തെ താല്പര്യമുള്ളവർ. എന്താണ്, ഓരോരുത്തരും അഭിരുചി വ്യത്യസ്തമായിരിക്കില്ല. അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ അതിലേക്കൊരു സമയം, ഒരു നിശ്ചിത സമയം കണ്ടെത്തുക. പിന്നെ ചിലർക്ക് ഉണ്ടാവും പാടുക, ഡാൻസ്. നമ്മളെ വീടിന്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹങ്ങളല്ല, നമ്മോടുള്ള സ്നേഹം കൂടുന്നത്. നമ്മളൊരു പാട്ട് വെക്കുക, ഒരു ഡാൻസ്, അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളവര് ഉണ്ടാവും. അത് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു സമയത്ത്, അല്ലെങ്കിൽ ചിലർ കുക്കിങ്ങിനായിരിക്കും താല്പര്യം ഉണ്ടാവുക. നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, സ്വയം തന്നെ കഴിക്കുക, നമ്മളെ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം വെക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്. നമുക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയ്സ് വരുന്നുണ്ടെങ്കിൽ പോവാ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തത് പണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കൊണ്ടുവച്ച് വെക്കാനുള്ളതല്ലല്ലോ. ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് വാങ്ങുക, അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഭർത്താവിനോട് പറയുക, എനിക്ക് ഇന്നൊരു ഗിഫ്റ്റ് വേണം എന്ന് ആവശ്യപ്പെടുക. ഇതൊന്നൊരു ഇപ്പം പിന്നെ കൂടുതൽ ആരും അങ്ങനെ ഇത് മടിക്കില്ല. മുമ്പ് കാലത്തൊക്കെ ഒന്നും ആരും പറയാൻ പേടിച്ച് പഠിച്ചിട്ട് നിൽക്കുകയായിരുന്നല്ലോ. ആവശ്യപ്പെടുക, എന്നിട്ട് ആ ഗിഫ്റ്റ് സ്വീകരിക്കുന്ന സമയത്ത് അതിലൊരു സോറി ആ ഒരു സന്തോഷം ആ ഗിഫ്റ്റിലൂടെ കണ്ടെത്തുക. അത് നമ്മളെ അഫർമേഷൻ, നമ്മളെ സ്നേഹിക്കുന്നതിൽ അതില്. അപ്പൊ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ കൂടുതലും ഇത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും പറയുന്നത്. നോട്ട്സ് എഴുതില്ല എന്ന് പറയുന്ന സമയത്ത് അത് കൂടുതൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നാലാമതായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ആക്ഷൻ അതിൽ എടുക്കുക. പിന്നെ അഞ്ചാമതായിട്ട് ഫിസിക്കൽ ടച്ച്. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. ഓ, ക്ലിയർ ആയിട്ടുണ്ട്, അത് മനസ്സിലായിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇതിനനുസരിച്ച് നമ്മൾ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ടതുണ്ടാവും. ഇതൊക്കെ നമ്മൾ പ്രായോഗികമായി പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് നമ്മളിപ്പോ ഇന്ന് 5 ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള ലവ് ലാംഗ്വേജിന്റെ 5 പാർട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോയിലൂടെ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന് പ്രാക്ടിക്കൽ ആയിട്ട് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഷബന മാം കൂടുതലായിട്ട് പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു 10 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മളെ മീറ്റിംഗ് എൻഡ് ആവുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ താങ്ക് യു നസീമ മാം.
നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നിങ്ങളുടെ സമയമാണ്, മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇനി നസീമ മാമിനെ നിങ്ങൾക്ക് കിട്ടൂല. ഡിസ്കഷൻ ഗ്രൂപ്പിൽ പറയാട്ടോ, നമ്മള് മാമിനെ കണക്ട് ചെയ്ത് തരും. എന്നാലും കിട്ടുന്ന ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. ഇല്ല, ഇപ്പൊ പറഞ്ഞ വിഷയത്തെ കുറിച്ചിട്ട് ക്ലിയർ ആണ്. ഇതിലിപ്പോ സംശയമൊന്നുമില്ലേ? ഇൻഷാ അല്ലാ. ഇനി ഇതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ മാം നിങ്ങൾക്ക് തരും. അതിൽ നിന്നും മനസ്സിലാവുന്നത് ഇത് മാമിന്റെ ക്ലാസ് കണ്ടിന്യൂസ് അത്രയും ക്ലാസ്സുകൾ പെർഫെക്റ്റ് ആയിരുന്നു തരുന്നതാണല്ലോ. എന്നുള്ളതാണ് തോന്നുന്നു അല്ലേ? ഇൻഷാ അല്ലാ. മാഷാ അല്ലാ, മനസ്സിലായിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട്. നസീമ മാം, അൽഹംദുലില്ലാ. നിങ്ങളുടെ ക്ലാസ് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് അതിൽ നിന്ന് ഇൻഷാ അല്ലാ. മനസ്സിലാവുന്നത്. ഒരാൾക്കും അൽഹംദുലില്ലാ. ഒരു സംശയം വരാത്ത രീതിയിൽ ക്ലാസ് എടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇനി ഇവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ചോദിക്കും. അപ്പൊ മാമിന് അയച്ചു തരാം. ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഫ്രീ ഫീൽഡ് ടോക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. താങ്ക് യു ആൾ. ഇതുവരെ എന്നെ കേട്ടതിനും ഇൻഷാ അല്ലാ നമ്മൾ കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറട്ടെ. അത് പ്രത്യേകം നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തി ഒരുപാട് അറിവുകൾ നേടാനും അത് അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയാനും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.